നിങ്ങൾക്കറിയാം, ഇന്ത്യ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തതാണ്, അതായത് DRDOയും ഒക്കെ ഡെവലപ്പ് ചെയ്തതാണ് നമ്മുടെ ഇൻസാസ് എന്ന് പറഞ്ഞ റൈഫിൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ പട്ടാളക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത്. പിന്നീട് ഈ കാർഗിൽ സമയത്തും കാശ്മീർ ഇൻസർജൻസിയിലും ഇത് ഫെയിലിയർ ആയിപ്പോയി. മനസ്സിലാക്കണം, ഏകദേശം 16 വർഷത്തെ റിസർച്ച് ചെയ്ത ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഇൻസാസ്. 25-30 റൗണ്ട് ഫയർ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ഫയർ ചെയ്യാൻ തുടങ്ങി. ആ വാക്കാണ് ഉപയോഗിച്ച് തിരിച്ച് ഫയർ ചെയ്യാൻ തുടങ്ങി. ഏകദേശം അന്നത്തെ കാലത്ത് തന്നെ 10,000-15,000 കോടി രൂപ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റൈഫിള് ഇന്ത്യൻ ആർമിയിലും പാരാമിലിറ്ററിക്കൊക്കെ ഡിപ്ലോയ് ചെയ്യുന്നത്. ഇപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് വിഡ്രോ ചെയ്യുകയാണ് മോദി ഗവൺമെൻറ് വന്ന ശേഷം. അപ്പോൾ അതിനൊരു പരിഹാരമുണ്ട്. കാരണം ഡിഫൻസിൻ്റെ ഓഡിറ്റ് ആണെങ്കിലും CAG റിപ്പോർട്ടിലൊക്കെ ഈ റൈഫിളിനെ പറ്റി ഭയങ്കരമായിട്ട് മോശമായ അഭിപ്രായം ഉണ്ടായി. അത് ഉപയോഗിക്കുന്ന യൂസർ എന്തെന്ന് വെച്ചാൽ ഉപയോഗിക്കുന്ന പട്ടാളക്കാരാണ്. അവർ ശക്തമായ രീതിയിൽ ഈ റൈഫിളിനെ പറ്റി പറയുകയും അതിനുശേഷം വീണ്ടും അതിൻ്റെ ഭാഗത്ത് AK-47 വന്നു. ആ സമയം പിന്നെ അത് നിങ്ങൾക്കറിയാം, പഴയ AK-47 പഴയ റൈഫിളാണ്, പക്ഷെ അത് ഇതിനേക്കാളും റിലയബിളാണ് ഈ ഇൻസാസിനേക്കാളും നമ്മൾ ഡെവലപ്പ് ചെയ്തതിനേക്കാളും. കാരണം ഈ ടെററിസ്റ്റിന് ഇരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസാണ്. ഞാൻ പറഞ്ഞ ലോ ഇൻറ്റൻസിറ്റി വാർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഇഷ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്.